റോഡപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളുടെ അവയവങ്ങളാണ് ദാനം ചെയ്യുക. അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അലക്സ്, വൃക്കകളും ഹൃദയവാൽവുകളും കരളും നേത്രപടലങ്ങളും ഒക്കെ തന്നെ ദാനം ചെയ്യാനാണ് കുഞ്ഞിന്റെ കുടുംബത്തിന്റെ തീരുമാനമെന്ന് പറയുന്നത്. ഈ നടപടിക്രമങ്ങളിലേക്ക് ആശുപത്രി അധികൃതർ കടന്നിട്ടുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന അവയവങ്ങളൊക്കെ എവിടേക്കായിരിക്കും നൽകുക, ആർക്കൊക്കെ ആയിരിക്കും നൽകുക എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായോ? എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നാണ് ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ഈ അവയവങ്ങൾ വേർപെടുത്തിയതിനു ശേഷം അത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിൽ തന്നെയാണ്, കൊച്ചി അമൃത ആശുപത്രിയിൽ തന്നെയാണ് നേത്രപടലങ്ങൾ നൽകുന്നത്. അത് ആർക്കാണ് നൽകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിലുള്ള കുഞ്ഞിനായിരിക്കും കൊടുക്കുക. അത് ആർക്ക് നൽകണം? നിരവധിയായ കുട്ടികൾ ചികിത്സയ്ക്ക് വരുന്ന ഒരിടമാണ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ നമുക്കറിയാം. അത് ഹൃദയ സംബന്ധമായ രോഗത്തിനാകട്ടെ ന്യൂറോ സംബന്ധമായ രോഗത്തിനാകട്ടെ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ഇടമാണ് ശ്രീചിത്ര. അത് സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്ന് നിരവധിയായി, അത് കുഞ്ഞുങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ശ്രീചിത്ര. അവർ ഈ ക്രോസ് മാച്ചിങ്, അതായത് ഈ ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ മറ്റ് ഘടകങ്ങളും അടക്കം പരിശോധിക്കുക. ക്രോസ് മാച്ചിങ് യോജിക്കുന്ന കുഞ്ഞ് ആരാണോ ആ കുഞ്ഞിനായിരിക്കും അത് കൈമാറുക. അതിന്റെ അവസാന പ്രൊസീജിയറിലേക്ക് ശ്രീചിത്ര കടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. 2 വൃക്കകൾ തിരുവനന്തപുരം SAT ആശുപത്രി നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിലുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയാണ് SAT ആശുപത്രി. ആ SAT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിനാണ് 2 വൃക്കകളും നൽകുന്നത്. വൃക്ക സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുഞ്ഞിനാണ് ആ 2 വൃക്കകളും നൽകുന്നത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് നൽകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ ആദ്യമായി സ്വീകരിക്കുന്ന കുഞ്ഞായി ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞ് മാറുകയാണ്. ആദ്യമായി അവയവം സ്വീകരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വയസ്സിൽ, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കരൾ അവയവം സ്വീകരിക്കുന്ന ഒരു കുഞ്ഞായി 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞ് കിംസിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കുഞ്ഞ് മാറുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് 1-2 ആശുപത്രികളിൽ ഇത് നൽകുന്ന കുഞ്ഞുങ്ങൾ, അതായത് ഇത് സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആർക്കാണ് ലഭിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അന്തിമ തീരുമാനമാകുന്നതേ ഉള്ളൂ. അത് ഈ ക്രോസ് മാച്ചിങ് നടക്കണം, ആ സാങ്കേതികത്വം പൂർത്തീകരിക്കേണ്ടതാണ്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അതാണ് ഈ അവയവം ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ ഏത് ശരീരത്തിനാണ് യോജിക്കുന്നതെന്നടക്കം വിവിധ ഘടകങ്ങൾ, വിവിധ ശാരീരിക ഘടകങ്ങൾ പരിശോധിച്ചാണ് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട ഈ ക്രോസ് മാച്ചിങ് നടത്തുന്നത്. അതിൽ തീരുമാനമാകേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. എറണാകുളം അമൃത ആശുപത്രിയിലാകട്ടെ ഈ അവയവങ്ങൾ റിട്രീവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു. വൈകുന്നേരം 6:30 മണിയോടുകൂടി ഒരു ആംബുലൻസിൽ തന്നെ 4 അവയവങ്ങളും തിരുവനന്തപുരത്തേക്ക് എത്തിക്കും, റോഡ് മാർഗം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര കണ്ട് വേഗതയിൽ വേണം അതിവിടേക്ക് എത്താൻ. അതിനുള്ള ഗതാഗത ക്രമീകരണങ്ങളടക്കം ഈ ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന കേസോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് ആ വിധത്തിൽ റോഡിൽ ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമയം മലയാളി കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണ്. അതെ, അലക്സ് പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 10 മാസം മാത്രം പ്രായമായ പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെടുമ്പോഴും ഇങ്ങനെയൊരു തീരുമാനം എടുക്കുകയാണ് ആ ഒരു കുടുംബം എന്ന് പറയുന്നത്. അത്രയും സങ്കടത്തിലും ഇങ്ങനെയൊരു തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ അത് വളരെയധികം പ്രശംസനീയം തന്നെയാണ്. അമൃത, തീർച്ചയായും അത് ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ദുഃഖത്തിൽ നമ്മൾ കൂടി പങ്കുചേരുന്നു. ആ ദുഃഖത്തിൽ ആ വേർപാട് അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് നിരവധിയായ മാതാപിതാക്കൾക്ക് പ്രചോദനമാകുന്ന ഒരു തീരുമാനമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിനാൽ കേരളവും മലയാളി സമൂഹവും അവരെ അംഗീകരിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ പേര് ഞാൻ ഒന്നുകൂടി പറയുന്നു. പത്തനംതിട്ട സ്വദേശികളാണ്, മല്ലപ്പള്ളി സ്വദേശികളാണ് മാതാപിതാക്കൾ. അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ എന്നിവരാണ് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ. കുഞ്ഞിൻ്റെ പേര് ആലിൻ ഷെറിൻ എബ്രഹാം എന്നാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ മാറുകയാണെന്നുള്ളതാണ് ഈ സമയം പങ്കുവയ്ക്കാനുള്ളത്. അമൃത. ശരി, അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായി അലിൻ ഷെറിൻ മാറുകയാണ്. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നായിരിക്കും ഈ അവയവങ്ങൾ ദാനം ചെയ്യുക. ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.